ഇതിപ്പോ കുറച്ച് വണ്ടികൾ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇനി ആളുകൾ വീണ്ടും ഇത് പിടിപ്പിച്ചാൽ നമ്മൾ ഡ്രൈവ് തുടരേണ്ടതല്ലേ? ഇത് അല്ല, വീണ്ടും ഇത് പിടിപ്പിക്കാൻ പറ്റില്ല. അവർക്ക് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ വേറെ അസംബ്ലി വെച്ച് പിടിപ്പിക്കേണ്ടി വരും. ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനം ഈ നടപടിയുമായി ബന്ധപ്പെട്ടുണ്ടോ? എന്താ അവർ പറയുന്നത്? അവർ പറയുന്നത് അവർക്ക് ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം എയർ ഹോണ് റോട്ടിൽ നിന്ന് ചെറിയ വാഹനങ്ങൾ മാറിത്തരുന്നില്ല. അതുകൊണ്ടാണ് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടി കുറച്ച്. ഇല്ലില്ല, അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നടപടി ഇനിയും തുടരും? എങ്ങനെയാണ് ഈ നടപടികൾ തുടരും? കാരണം ഇത് അഴിച്ചെടുത്താൽ അവർക്ക് പുതുതായിട്ട് വേറെ പിടിപ്പിക്കാലോ. കണക്കുകളിൽ അത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓഫീസിൽ നിന്ന് ലഭ്യമാകും. അല്ല, അത് ആർ ടി ഒ ലഭ്യമാക്കും. സ്വകാര്യ ബസ്സുകളിൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. മറ്റ് അന്യ സംസ്ഥാന വാഹനങ്ങളിലാണ് ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്നത്. അതെ, കൂടുതലായിട്ടും നമ്മുടെ കേരള വാഹനങ്ങളിൽ വളരെ കുറവായിരുന്നു. അന്യ സംസ്ഥാന വാഹനങ്ങളിലായിരുന്നു ഇത് ആയിരുന്നു കൂടുതൽ. അതുകൊണ്ടാണ് കേരളത്തിൽ ഉപയോഗിക്കില്ല, പുറത്തെ ഉപയോഗിക്കുമെന്ന് അവർ പറയുന്നത് അല്ലേ? അതുകൊണ്ടായിരിക്കാം. കാരണം അത് എന്തായാലും വളരെ കൗതുകമുള്ള ഒരു കാഴ്ച. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷിജോ കെബിയുടെ പ്രതികരണമായിരുന്നു നമ്മൾ കണ്ടത്. MVD ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളിലാണ് പ്രധാനമായും ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നത്. ഈ എയർ ഹോണുകൾ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നത് മാത്രമല്ല, സ്വകാര്യ വാഹനങ്ങളിലും മറ്റ് വാഹനങ്ങളിലും അടക്കം ഇത്തരത്തിൽ എയർ ഹോണുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. അത് വ്യാപകമായി പരിശോധനയിൽ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പിടിച്ചതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അത് പിടിച്ച എയർ ഹോണുകൾ വിവിധ ഇടങ്ങളിലായി പലയിടങ്ങളിൽ നിന്ന് പിടിച്ച എയർ ഹോണുകൾ നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അത് റോഡ് റോഡുകൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഇത് നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും എയർ ഹോണുകൾ പിടിച്ചെടുത്ത എയർ ഹോണുകൾ റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. അത് ഏകദേശം പൂർണ്ണമായും അത് പൊട്ടിച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന എയർ ഹോണുകൾ ഇപ്പോൾ ഏകദേശം മുഴുവനായും നശിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ആളുകൾക്കൊരു ബോധവൽക്കരണവും ഒപ്പം ഒരു മുന്നറിയിപ്പും എന്നുള്ള രീതിയിലാണ് MVD ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത്. മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് വ്യാപകമായ പരിശോധന കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നടത്തുകയും വിവിധ ഇടങ്ങളിൽ നിന്നായി, പ്രത്യേകിച്ച് എറണാകുളം നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി വ്യാപകമായി ഇത്തരത്തിൽ എയർ ഹോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തത്. അത്തരത്തിൽ ആളുകൾക്കൊരു മുന്നറിയിപ്പും ഒപ്പം ഒരു ജാഗ്രതയും ഒക്കെ നൽകേണ്ട ഒരു ബോധവൽക്കരണം നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ദോഷം ഈ എയർ ഹോണുകൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ചെവിക്കടക്കം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇത്ര ഡെസിബലിന് മുകളിലുള്ള ശബ്ദം, അതായത് 112 ഡെസിബലിന് മുകളിലുള്ള ശബ്ദം ഈ വാഹനങ്ങളിൽ നിന്നും പുറപ്പെടുവിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ആ ഒരു നിയമം അനുസരിച്ച് ഈ എയർ ഹോണുകൾക്ക് പലപ്പോഴും അതിനേക്കാൾ ഉയർന്ന ഡെസിബലിലുള്ള ശബ്ദമാണ് ഉണ്ടാവാറുള്ളത്. അത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ചെവിക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത് നിരോധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ പല വാഹനങ്ങളിലും, പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പല വാഹനങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പല വാഹനങ്ങളിലും എയർ ഹോണുകൾ വ്യാപകമായി ഉപയോഗിച്ച് വന്നിരുന്നു. ആ എയർ ഹോണുകൾ പിടിച്ചെടുക്കുകയും വ്യാപക പരിശോധന നടത്തി പിടിച്ചെടുക്കുകയും അത് നശിപ്പിക്കുകയുമാണ് നിലവിൽ ചെയ്യുന്നത്. ഇത്തരത്തിലൊരു സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ എയർ ഹോണുകൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഒരു വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ച് എയർ ഹോൺ ഉണ്ടോ എന്ന് നോക്കുകയാണോ? അതല്ല എയർ ഹോണുകൾ ശബ്ദിക്കുമ്പോൾ അറിയുകയും അങ്ങനെ പരിശോധിക്കുകയുമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാധാരണ
ഗതിയിൽ ഈ വിവിധ ഇടങ്ങളിൽ MVD ഉദ്യോഗസ്ഥർ സാധാരണഗതിയിലുള്ള നിയമലംഘനങ്ങൾക്കായി പരിശോധന നടത്താറുണ്ട്. അത്തരത്തിൽ ഈ ഒരു എയർഫോണുകൾ പിടിക്കണമെന്ന ഉദ്ദേശത്തോടെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെയായി എയർഫോണുകളും ഒപ്പം മറ്റ് നിയമലംഘനങ്ങളും നിയമലംഘനങ്ങളും ലക്ഷ്യമിട്ട് ഒരു പരിശോധന നടത്തുകയുണ്ടായി. അതിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി വരുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഒരു പരിശോധനയിലാണ് എയർഫോണുകൾ കണ്ടെത്തിയിരുന്നത്. മാത്രമല്ല എയർഫോണുകൾ മാത്രമല്ല മറ്റ് നിയമലംഘനങ്ങളും ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പിഴ ഈടാക്കുകയും കാര്യങ്ങളുമൊക്കെ ചെയ്തിരുന്നു. അതായത് പലയിടങ്ങളിലായി MVD ഉദ്യോഗസ്ഥർ നിൽക്കുകയും വഴിയിൽ വരുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തി എയർഫോണുകൾ പരിശോധിക്കുകയും മറ്റ് നിയമലംഘനങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത്തരത്തിലാണ് ഇത് പിടികൂടുന്നത്. പ്രത്യേകിച്ചും എറണാകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇൻഫോ പാർക്കിന്റെ ഭാഗങ്ങളിൽ കാക്കനാടും ഒപ്പം കളമശ്ശേരി ഭാഗങ്ങളിലൊക്കെ പരിശോധനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് കൂടിയാണ്. അത്തരത്തിലുള്ള പരിശോധന വാഹനങ്ങൾ തടഞ്ഞു നിർത്തി നടത്തുകയും എയർഫോണുകൾ പരിശോധിക്കുകയുമാണ് ചെയ്യുന്നത് നിലവിൽ.